ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തായ്ലാൻഡിലോട്ടൊരു ട്രിപ്പ് പോകുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാങ്ങി എയർപോർട്ടിലാണ് ഇറങ്ങിയത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഗ്രേറ്റ് ആൻഡ് ഗ്രാൻഡ് സ്വീറ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ്. അതൊരു ഐസ്ക്രീം പാർക്കായിരുന്നു. അവിടെ കുറേ ഐസ്ക്രീംസിൻ്റെയും കപ്പ് കേക്ക്സിൻ്റെയും കേക്ക്സിൻ്റെയും ഒക്കെ മോഡൽസ് ഉണ്ടായിരുന്നു. നല്ലൊരു ഫോട്ടോ സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് പട്ടായ ടൈഗർ പാർക്കിലാണ്. ഞങ്ങൾ ചൂസ് ചെയ്ത സ്മോൾ ടൈഗറിനെ. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് 7-Eleven നല്ല സ്പേഷ്യസ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് കോറൽ ഐലാൻഡ് പട്ടായ ബീച്ചിലോട്ടാണ്. അവിടെ ഞങ്ങൾ പോയത് സ്പീഡ് ബോട്ടിലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ജെറ്റ് സ്കി റൈഡിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ എത്തണമെങ്കിൽ ബോട്ടിൽ കൂടെയാണ് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ മാർക്കറ്റിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ വൈറൽ ഡിഷ് മാംഗോ സ്റ്റിക്കി റൈസും ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കോക്കനട്ട് ഐസ്ക്രീമും ട്രൈ ചെയ്തിരുന്നു. ഞങ്ങൾ മാംഗോൻ്റെ ഷേക്കും ജ്യൂസും ഒക്കെ വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഞങ്ങൾ പോയത് ടെർമിനൽ 21 പട്ടായ മാളിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്ലോറിലും ഓരോ കൺട്രീസാണ്. നല്ല രസമായിരുന്നു കാണാൻ. ആ മാളുടെ താഴെയും ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെയും കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ആർട്ട് ആൻഡ് പാരഡൈസിലാണ്. അവിടെ കുറേ 3D ഇല്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ സ്പോട്ടാണ്. നല്ല രസമായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാൻ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബിഗ് ബുദ്ധയിലോട്ടാണ്. അതൊരു ബുദ്ധ ടെമ്പിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാങ്കോക്കിലോട്ട് ട്രാവൽ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ടെർമിനൽ 21 മാളിലോട്ടാണ്. അതും പട്ടായ മാതിരിയായിരുന്നു. അവിടെയും
ഓരോ ഫ്ലോറിൽ ഓരോ കൺട്രീസ് ആയിരുന്നു, പട്ടായത്തെ മാതിരി തന്നെ. എന്നിട്ട് ഞങ്ങൾ ചാവ് ഫ്രൈ പ്രിൻസസ് ക്രൂസിലാണ് പോയത്. നല്ല രസമായിരുന്നു ആ ക്രൂയിസ് കാണാൻ. പിന്നെ ഡിന്നറും നല്ലതായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് സഫാരി വേൾഡിലായിരുന്നു. അവിടെ കുറേ ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഒറാങ്കുട്ടാൻ ഷോ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എലിഫന്റ് ഷോ കണ്ടിരുന്നു. ആ ഷോയിൽ എലിഫൻ്റ് ഒരു ഡ്രോയിങ് ഒക്കെ വരച്ചിരുന്നു. ആ ഡ്രോയിങ് കാണാൻ നല്ല രസമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയത് ജിറാഫിനെ ഫീഡ് ചെയ്യാനാണ്. എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഒറാങ്കുട്ടാൻ്റെ ഒപ്പം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഡോൾഫിൻ ഷോയിലോട്ടാണ്. അത് കാണാനും നല്ല രസമായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ സീ ലയൺ ഷോ കാണാനായിരുന്നു പോയത്. അതും നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ചോക്ലേറ്റ് വില്ലിലോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ തായ്ലാൻഡ് ഡിസ്നി ലാൻഡാണ്. നല്ല രസമായിരുന്നു കാണാൻ. അവിടെ ഇപ്പോൾ സോങ്ക്രാൻ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് തന്നെ അവരൊരു വാട്ടർ പാർക്ക് സെറ്റ് ചെയ്തിരുന്നു. ആ വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞാൽ കുറേ സ്ലൈഡ്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അവിടെ ഞാൻ കുറേ നേരം ആ വാട്ടർ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാനും നല്ല രസമായിരുന്നു. ഒരു മസ്റ്റ് വിസിറ്റ് ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ.
നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ആൻഷ്യൻ സിറ്റിയിലാണ്. അതെന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. അതും ഒരു ഫോട്ടോ സ്പോട്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഐക്കോൺസി മാളിലോട്ടാണ്. അവിടെ 8 ഫ്ലോർസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ബിഗ് മാളാണ് ഇട്ടത്. നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.